നീറ്റ് പരീക്ഷ കഴിഞ്ഞ് റാങ്ക് സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ കൊഴുകൊടുക്കുകയാണ് അല്ലേ? ഭയങ്കരമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടോ ഇല്ലേ, 560 540 590 ഞാൻ ഈ വർത്തമാനം പറയാൻ വന്നതല്ല. നോക്ക്, പല ആളുകളും ഒരു ഇമോഷണൽ ട്രാപ്പിൽ, മെഡിക്കൽ എൻട്രൻസിൻ്റെ ലൂപ്പിൽ പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് മെഡിസിനെ കുറിച്ച് മാത്രം ആലോചിക്കുകയും മറ്റ് ചിന്തകളിൽ പോവാതിരിക്കുകയും ചെയ്യുന്നത് നിങ്ങളെ മാനസികമായിട്ട് തകർക്കുമെന്ന് മാത്രമല്ല, മറ്റ് സാധ്യതകളെ ഇല്ലാതാക്കുകയും ചെയ്യും എന്നതുകൊണ്ട് കുട്ടികളോട് ഞാൻ എപ്പോഴും പറയും, മെഡിസിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മെഡിസിൻ ചിന്തിക്കുന്നതിൻ്റെ ഒപ്പം ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നശിച്ചു പോകും, തകർന്നു പോകും. പുറത്ത് നിന്ന് ആർക്കും എന്തും പറയാം. പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളാണ്. നമ്മളെ മാനസികമായ ഈ ഒരു സമ്മർദ്ദത്തിൽ നമ്മൾ പെട്ടുപോകുന്നത് ഒരു പക്ഷേ കോച്ചിങ് സെൻറ്ററുകളോ പാരൻസോ പുറത്തുള്ള സൊസൈറ്റിയുടെ നമ്മളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളോ സ്വപ്നങ്ങളോ ആയിരിക്കാം. ആ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും അപ്പുറം നിങ്ങൾ എന്ന വ്യക്തിയിൽ ഉണ്ടാവേണ്ട കരിയർ ഓപ്ഷൻസും ചിന്തകളും നിങ്ങൾക്ക് മാത്രം വ്യക്തിനിഷ്ഠമാണ്. അതുകൊണ്ട് നിങ്ങളെ വിലയിരുത്തിയിട്ട് വേണം കോഴ്സുകൾ ഫിക്സ് ചെയ്യാൻ. നോക്ക്, സംഭവിക്കുന്ന എന്താ, 2-3 കൊല്ലം പ്രിപ്പയർ ചെയ്ത് കിട്ടാതാവുക എന്നതല്ല ഇതിലെ പ്രശ്നം. മാനസികമായിട്ട് നിങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു എന്നത് മാത്രമല്ല, സമ്മർദ്ദത്തിൽ അടിപ്പെടുന്നു എന്നത് മാത്രമല്ല, നിങ്ങൾക്കുണ്ടാവുന്ന മറ്റ് സാധ്യതകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇതിനു മുമ്പ് ഇപ്പോൾ +1 പഠിക്കുന്ന, ഇപ്പോൾ +2ലേക്കായ വിദ്യാർത്ഥികളോടും 10ാം ക്ലാസ്സിൽ പഠിച്ച് മെഡിസിനൊക്കെ സ്വപ്നം കാണുന്ന മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം മെഡിസിൻ പഠിക്കുക എന്ന നിലക്കാണ് വരുന്നതെങ്കിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത് അതൊരു ഇൻഡെഫിനിറ്റായ കണ്ടിന്യൂസ് ആയ ലേണിംഗ് പ്രോസസ്സാണ് മെഡിസിൻ. മെഡിക്കൽ എൻട്രൻസ് എഴുതി പിടിക്കുക എന്നത് മാത്രമല്ല, മെഡിസിൻ പഠിക്കാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞൊരു 4-5 മണിക്കൂറെങ്കിലും 4 മണിക്കൂറെങ്കിലും നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു 3 to 5 hours എങ്കിലും ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന കണ്ടന്റ് ഓറിയൻറ്റഡ് ആണ് മെഡിസിൻ. അത് അവിടെ നിൽക്കുമോ? MBBS കഴിഞ്ഞാലും വീണ്ടും നിങ്ങൾ MDക്ക് പ്രിപ്പയർ ചെയ്യുന്നു. MD പ്രിപ്പയർ ചെയ്ത് കിട്ടിയാലോ പ്രാക്ടീസിനൊപ്പം കണ്ടന്റ് പഠിക്കുന്നു. കണ്ടന്റിൽ കൃത്യമായ ക്ലാസ്സുകൾ MDക്ക് പോലും ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത് നിങ്ങൾ തന്നെ സ്വയം ചെയ്യേണ്ടതാണ്. ഈ അർത്ഥത്തിലൊരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സാണ് മെഡിസിൻ. അങ്ങനെ പഠിക്കാൻ പറ്റിയൊരു പ്രകൃതം നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോവുക. ഒന്ന്. രണ്ടാമത്തത്, കുട്ടികളോട് എനിക്ക് പറയാനുള്ള 10th 11th 12th പഠിക്കുന്ന മെഡിക്കൽ ആസ്പിറൻ്റ് ആയേക്കും എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോട് നിങ്ങൾ NCERT കണ്ടന്റ് വായിക്കുക, പുസ്തകം വായിക്കുക, വിവരം ഉണ്ടാക്കുക. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കുറച്ചുകൂടി ഇൻറ്റേർണലൈസ് ചെയ്ത് ആപ്ലിക്കേഷൻ ലെവൽ പഠിച്ചുണ്ടാക്കിയാൽ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും എങ്ങനെ മാറിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും എന്നത് പ്രത്യേകം മനസ്സിലാക്കാം. നീറ്റിൻ്റെ സുതാര്യതകൾ നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ പഠനവും സമ്മർദ്ദവും എന്തൊക്കെയായിരിക്കും എന്ന് പ്രവചിക്കാൻ പറ്റില്ല. ഈ കൊല്ലത്തെ റാങ്ക് കഴിഞ്ഞ കൊല്ലത്തെ റാങ്കോ അതിന് മുമ്പത്തെ കൊല്ലത്തെ റാങ്ക് വെച്ചോ നമുക്ക് പ്രവചിക്കാനാവില്ല. എന്താണോ വരുന്നത് സ്വീകരിക്കുക എന്നതല്ലാതെ നടക്കില്ല. ഇത് സ്വീകരിക്കണമെങ്കിൽ മാനസികമായിട്ട് നമ്മളൊരു ലേണിംഗ് പാറ്റേൺ ഉണ്ടാക്കണം. ആ ലേണിംഗ് പാറ്റേണിൽ നിങ്ങൾ ഫോക്കസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ബയോളജി കണ്ടന്റ് അറിയാവുന്ന NCERT പഠിച്ച കുട്ടികൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, കണക്ട് ചെയ്ത് അസോസിയേറ്റ് ചെയ്താൽ ചോദിച്ചിരിക്കുന്ന, അങ്ങനെ പഠിക്കുന്ന ആളുകൾക്ക് അത് കിട്ടും. ഫിസിക്സ് കുറച്ചുകൂടി മോഡറേറ്റ് ടു ടഫാണ് പോയിരിക്കുന്നത് എന്ന് മാത്രമല്ല, അത് കുറച്ചുകൂടി സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയ ചോദ്യങ്ങളുടെ രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി കണ്ടന്റ് അറിയാവുന്ന, നന്നായി ഡെപ്തിൽ പഠിക്കുന്ന ആളുകൾക്കാണ് അത് ചെയ്യാൻ പറ്റുക. കെമിസ്ട്രിയും ഏകദേശം മോഡറേറ്റ് ടു ടഫ് തന്നെയാണ്. എന്ന് വെച്ചാൽ 2026 ഈ വർഷത്തെ ആദ്യത്തെ ടെസ്റ്റ് വളരെ ഈസി ആയിരുന്നുവെങ്കിൽ ഈ പ്രാവശ്യത്തെ ടെസ്റ്റ് എന്തായിരുന്നു, കുറച്ച് ടഫായിരുന്നു പഠിച്ചവർക്ക്. ഇപ്പം എല്ലാവരും പറഞ്ഞത് ക്വസ്റ്റിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്നാ. ഈ സ്റ്റാൻഡേർഡ് ലെവൽ തന്നെയാണ് ക്വസ്റ്റ്യൻ. മുമ്പത്തത് ആദ്യത്തെ ടെസ്റ്റ് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഒന്നും ഭയങ്കര ഈസി ആയിട്ടാണ് ഫീൽ ചെയ്ത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഫീൽ ചെയ്ത്. അങ്ങനെയല്ല, ഇപ്പം എന്തായിരുന്നു, കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ്, മെഡിക്കൽ എൻട്രൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നു എന്നതാണ്. ഇങ്ങനെ തന്നെ വരാം, ഇങ്ങനെയാണ് ആവേണ്ടത്, ഇങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് മെഡിസിൻ കണ്ടന്റ് പഠിക്കുന്ന ആളുകൾക്ക് കിട്ടും എന്നുകൊണ്ട് പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, പഠിക്കുന്ന ആളുകളോട് നിങ്ങൾ പരീക്ഷ അടുക്കുമ്പോൾ പഠിക്കാന്നുള്ള മെത്തേഡൊക്കെ ഒഴിവാക്കിയിട്ട് ആദ്യം മുതലേ കണ്ടന്റ് ആപ്ലിക്കേഷൻ ലെവലിൽ കുറച്ചുകൂടി ഇൻറ്റേർണലൈസ് ചെയ്ത് കുറച്ചുകൂടി നമ്മൾ കമ്പയർ ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് പഠിക്കാൻ
ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിസിൻ ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ചെയ്യുക എന്നതാണ് ഒന്നാമത്. രണ്ടാമത്തത്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയും പ്ലാൻ ഡിയും സെറ്റ് ചെയ്യണം. മെഡിസിൻ കിട്ടിയില്ലെങ്കിൽ ലോകിടിഞ്ഞു വീഴൊന്നുമില്ല. വേറെ ഒരുപാട് കരിയറുകളുണ്ട്, വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് നിങ്ങൾ അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റിലേക്ക് പോയാൽ, പ്ലാന്റ് ജെനറ്റിക്സിലേക്ക് പോയാൽ, ഫുഡ് സയൻസിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാക്കാം. വെറ്ററിനറി പോയാൽ ഫാർമക്കോളജി എടുത്ത് ലൈഫ് സയൻസ് പഠിച്ച് ന്യൂറോ സയൻസിലേക്കോ അല്ലെങ്കിൽ ജെനറ്റിക്സിലേക്കോ ഒക്കെ മാറാൻ പറ്റുന്ന വൈവിധ്യങ്ങളുണ്ട്. ഇത് മാത്രമല്ല ബി ഫാം പറഞ്ഞാൽ നമ്മൾ വെറും ഫാർമസിസ്റ്റ് ആവലും മാത്രമല്ല, അതിൽ നിന്ന് ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങും ബയോടെക്നോളജിയും ജെനറ്റിക്സും MBAയും ഫാർമസ്യൂട്ടിക്സും ഫാർമക്കോളജിയൊക്കെ പഠിച്ച് കരിയർ ഉണ്ടാക്കാം. ഇതെല്ലാ കരിയറുകളുടെ കാര്യത്തിലും ഇങ്ങനെ ഓരോന്നിനെയും കൃത്യമായി അനലൈസ് ചെയ്ത് അഗ്രികൾച്ചറും ഫിഷറീസും വെറ്റിനറിയും ഫോറസ്ട്രിയും ദെൻ ഫാർമസിയും MLTയും നഴ്സിങ്ങും അതല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രാക്ടീസ് അല്ലെങ്കിലും നോൺ ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന നിലക്ക് BPT പോലുള്ളത് എടുക്കുന്നതും നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ സ്കില്ലും അനുസരിച്ച് എടുക്കാം. ഇതെങ്ങനെ എടുക്കും? ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഈ പറഞ്ഞ കണ്ടന്റ് ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം പ്ലാൻ എയും പ്ലാൻ ബിയും സിയും ഡിയും സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഒരു സ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു പ്ലാൻ ബിയും പ്ലാൻ സിയും സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എൻട്രൻസ് എഴുതി കാത്തു നിൽക്കുന്ന ആളുകൾ ഉടനെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി മെഡിസിനിൽ ഇനി റിപ്പീറ്റ് ചെയ്യണോ, കണ്ടിന്യൂ ചെയ്യണോ, റിപ്പീറ്റ് ചെയ്യണോ, സൂപ്പർ റിപ്പീറ്റ് ചെയ്യണോ എന്നത് ആലോചിക്കുക. അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി സെറ്റ് ചെയ്യാൻ MBBS അല്ലെങ്കിൽ പ്ലാൻ ബി എന്താണ്, അത് അഗ്രികൾച്ചർ ആക്കണോ, ഫിഷറീസ് ആക്കണോ, വെറ്റിനറി ആക്കണോ, ഇനി ഓരോന്നും എടുത്താൽ അതിൻ്റെ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് എന്താണ്. വളരെ പാഷനേറ്റ് ആണെങ്കിൽ മാത്രമേ, പാരമ്പര്യവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ആയുർവേദം പോലുള്ള ഏരിയകളിലേക്ക് പോകാൻ പാടുള്ളൂ. ദെൻ ഹോമിയോയോ അങ്ങനെ തന്നെ. നിങ്ങൾ സാധാരണ സംഭവിക്കുക എന്താ, MBBS കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ ട്രയലോ മൂന്നാമത്തെ ട്രയലോ കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കിട്ടുന്നതിന് അങ്ങ് പോവാ റാങ്ക് അനുസരിച്ച് എന്ന് വളരെ റാൻഡമായിട്ട് അങ്ങ് സെലക്ട് ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ, നിങ്ങളുടെ ഒരു ഇമോഷണൽ ട്രാപ്പ് കൊണ്ട് നിങ്ങൾ സംഭവിക്കുന്നത് എന്താ, മനസ്സ് എവിടെ തന്നെ ആയിരിക്കും, MBBS തന്നെ ഇരിക്കും. നിങ്ങൾ എടുത്ത കോഴ്സിൽ നിങ്ങൾ ഒട്ടും ഹാപ്പി ആയിരിക്കില്ല. മറിച്ച് നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സിനെ കുറിച്ച് കൃത്യമായ ധാരണയും ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസും പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതെ കൃത്യമായ ഒരു നിങ്ങളുടെ കരിയർ ഓർബിറ്റിൽ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് പഠിക്കാൻ ചേർന്ന +1-ൽ 10th-ൽ +1-ലും +2-ൽ ചേർന്ന കുട്ടികൾ മെഡിസിൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, മനസ്സിലുണ്ടെങ്കിൽ കണ്ടന്റ് നിങ്ങൾ റിവൈസ് ചെയ്യുക, ബ്രഷപ്പ് ചെയ്യുക, ഡെപ്തിൽ പോവുക, NCERT ഡിപ്പെൻഡ് ചെയ്യുക, കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, അസോസിയേറ്റ് ചെയ്യുക, ലിങ്ക് ചെയ്ത് പഠിക്കുക, ഇന്റേണലൈസ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. രണ്ടാമത്തേത്, നിങ്ങൾ ആ ലൂപ്പിൽ പെട്ടുപോകരുത്. MBBS അല്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് എന്നതുകൊണ്ട് ഓരോന്നിൻ്റെയും കരിയർ ഓപ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി സെറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളൊരു സ്കിൽ ടെസ്റ്റ് ചെയ്ത്, മൂന്നാമത്തത് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ ഇതിലേതാണ് പ്ലാൻ ബിയും പ്ലാൻ സിയും പ്ലാൻ ഡിയും ആക്കേണ്ടത് എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ സമ്മർദ്ദങ്ങളിൽ നിന്ന്, ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന്, ഈ പറഞ്ഞ ഇമോഷണൽ ട്രാപ്പിൽ നിന്ന് മോചിതരാകും. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.